നമ്പൂതിരിപ്പാട്ടിലെ പറ്റി ജനങ്ങൾ സംസാരിച്ചത്. മുത്തു ഊട്ടുപുരയിൽ വെച്ച്. ഇതെന്തു ഘോഷമാണ്! ഹേ, ഞാൻ നമ്പൂതിരിപ്പാട്ടിലെ വേഷം പോലെ ഒരു വേഷം കണ്ടിട്ടില്ല. എന്തു കുപ്പായമാണ്, എന്തു തൊപ്പി! കുപ്പായത്തിന് മീതെ ഇട്ടിട്ടുള്ള ആ തുപ്പട്ട് 1000 ഉറുപ്പിക വില പിടിക്കുമെന്ന് തോന്നുന്നു. ലക്ഷപ്രഭു, മഹാസുന്ദരൻ! ശങ്കരശാസ്ത്രി: എവിടെയാണ് താൻ സൗന്ദര്യം കണ്ടത്? തുപ്പട്ടിലോ കുപ്പായത്തിലോ? അയാളുടെ മുഖം ഒരു കുതിരയുടെ മുഖം പോലെയാണ് എനിക്ക് തോന്നിയത്. മാനു: നിങ്ങൾക്ക് അസൂയ പറയുന്നതല്ലേ സ്വഭാവം? നമ്പൂതിരിപ്പാട്ടിലെ മുഖം കുതിരയുടെ മുഖം പോലെയോ? കഷ്ടം! നിങ്ങൾ എവിടെ നിന്നാണ് നോക്കിയത്? ഞാൻ അടുക്ക ഉണ്ടായിരുന്നു, പല്ലക്ക് തൊട്ട് നിന്നിരുന്നു. തങ്കത്തിന്റെ നിറമാണ് നമ്പൂതിരിപ്പാട്. മഹാസുന്ദരൻ! കഴുത്തിലൊരു പൊന്മാല ഇട്ടിട്ടുണ്ട്. അതുപോലെ ഒരു മാല ഞാൻ കണ്ടിട്ടില്ല. സുബ്ബുക്കുട്ടി: ഹേ, അത് മാലയല്ല, നാഴികമണിയുടെ ചങ്ങലയാണ്. നാഴികമണി അരയിലെങ്ങാനും താഴ്ത്തിയിട്ടുണ്ട്. ശങ്കരശാസ്ത്രി: എന്ത് നിറമായാലും എത്ര മാല ഇട്ടാലും അയാളുടെ മുഖം കുതിരമുഖമാണ്. മാനു: ശാസ്ത്രികൾക്ക് ഭ്രാന്ത് പിടിച്ചെന്ന് തോന്നുന്നു. ഇത്ര സുന്ദരനായിട്ട് ഒരാളില്ലെന്നാണ് ഞങ്ങൾക്കൊക്കെ തോന്നിയത്. അല്ലേ ഷീനു? സുബ്ബുക്കുട്ടി എന്താ പറയൂ, നിങ്ങൾക്കൊക്കെ എന്താണ് തോന്നിയത്? സുബ്ബുക്കുട്ടി: ഞങ്ങൾക്കൊക്കെ തോന്നിയത് നല്ല സുന്ദരനെന്ന് തന്നെ. ശങ്കരശാസ്ത്രി: നിങ്ങൾക്കൊക്കെ എന്ത് തോന്നിയാലും വേണ്ടതില്ല, അയാളുടെ മുഖം കുതിരമുഖമാണ്, സംശയമില്ല. അപ്പോൾ ഒരു വഴിയാത്രക്കാരൻ പട്ടർ: അടിയന്തരം എന്നോ? അറിഞ്ഞില്ല. സുബ്ബുക്കുട്ടി: നാളെയാണെന്ന് കേട്ടു. ശങ്കരശാസ്ത്രി: ആര് പറഞ്ഞു? സുബ്ബുക്കുട്ടി: ആരോ പറഞ്ഞു. ശങ്കരശാസ്ത്രി: ആ വഴിയാത്രക്കാരന്റെ യാത്ര മുടക്കണ്ട. യാത്രക്കാരനോട്: ഹേ, താൻ മഠത്തിൽ പോയി അന്വേഷിച്ചറിഞ്ഞോളൂ, ഇയാള് പറയുന്നതൊന്നും വിശ്വസിക്കേണ്ട. അപ്പോൾ ഊട്ടിൽ കടന്നു വന്ന ഒരു പട്ടര്: അടിന്തര ഇന്ന് തന്നെ 4 ഉറുപ്പിക ബ്രാഹ്മണർക്കും 1.5 ഉറുപ്പിക നമ്പൂതിരിമാർക്കും ഉണ്ടത്രേ. ശങ്കരശാസ്ത്രി: തന്നോടാരു പറഞ്ഞു? വന്ന പട്ടര്: ആരോ കുളക്കടവിൽ പറഞ്ഞു. ശങ്കരശാസ്ത്രി വഴിയാത്രക്കാരനോട്: നിങ്ങൾ പോയി അന്വേഷിക്കിൻ. വഴിയാത്രക്കാരൻ: ഇന്നാണെങ്കിൽ സദ്യക്ക് ഇപ്പോൾ തന്നെ കൂട്ടണ്ടേ, ഒന്നും കാണുന്നില്ലല്ലോ. ശങ്കരശാസ്ത്രി: ഇന്നായിരിക്കില്ല. കൃഷ്ണജോത്സ്യര്: ജാതകവും മറ്റും നോക്കണ്ടേ? സുബ്ബുക്കുട്ടി: പണത്തിന് മീതെ എന്ത് ജാതകം? എല്ലാം പണം, പണം തന്നെ ജാതകം. ഒക്കാതെ വരുവോ? കൃഷ്ണജോത്സ്യര്: നമുക്ക് 4 കാശ് കിട്ടുമായിരുന്നു. സകലം ശരിയാണെന്നും വിശേഷയോഗ്യമാണെന്നും ഞാൻ പറഞ്ഞേക്കാമായിരുന്നു. നായന്മാർക്ക് എന്ത് ജാതകം നോക്കലാണ്? നമ്പൂതിരിപ്പാട്ടിന്ന് രഹസ്യം പോവാൻ വന്നതുപോലെ വന്നതാണ്. ഇദ്ദേഹത്തിന് ഒരു 100 ദിക്കിൽ സംബന്ധമുണ്ട്. ശങ്കരശാസ്ത്രി: രഹസ്യത്തിന് വന്നതാണെങ്കിൽ ആളെ മാറി നോക്കേണ്ടി വരും. സുബ്ബുക്കുട്ടി: ശരി ശരി, ശാസ്ത്രികൾ ഇന്നാളൊരു ദിവസം പൂവരങ്ങിൽ മാളികയിൽ പോയി ശാകുന്തളം മുതലായത് വായിച്ചു എന്ന് കേട്ടിരിക്കുന്നു. ആ സമയം ആ കുട്ടിയുടെ ധൈര്യം അറിഞ്ഞിട്ടുണ്ടായിരിക്കാം. ശാസ്ത്രം പഠിച്ചാലൊക്കെ ഒരുപോലെ വിഡ്ഢികളാണ്. മുത്തു: നമ്പൂതിരിപ്പാട്ടിലെ ഒരു മോതിരം കൊടുത്താൽ 100 ഇന്ദുലേഖകൾ സമ്മതിക്കും. ശങ്കരശാസ്ത്രികൾ ഇതിനുത്തരം പറയാതെ എഴുന്നേറ്റ് അമ്പലത്തിലേക്ക് പോയി. ഈ ശാസ്ത്രികൾ മാധവന്റെ വലിയൊരു സ്നേഹിതനും നല്ല വിദ്വാനുമായിരുന്നു. ഇന്ദുലേഖയെ നല്ല പരിചയമുള്ള ആളുമായിരുന്നു. അവളുടെ ബുദ്ധി അതിവിശേഷ ബുദ്ധിയാണെന്നറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം കേട്ടപ്പോൾ ഇയാൾക്ക് മനസ്സിന് അശേഷം സുഖം തോന്നിയില്ല. പിന്നെ ശാസ്ത്രികളുടെ അഭിപ്രായത്തിലും ഇന്ദുലേഖയ്ക്ക് മാധവനാണ് അനുരൂപനായ പുരുഷൻ എന്നായിരുന്നു. ഇങ്ങനെ വരുന്നതായാൽ കഷ്ടം. ദ്രവ്യത്തിന്റെ വലിപ്പം കൊണ്ട് ഒരു സമയം ഇങ്ങനെ വരാം. എന്തു ചെയ്യാം? ഈ പ്രപഞ്ചത്തിൽ ദ്രവ്യത്തെ ജയിപ്പാൻ ഒന്നിനും ശക്തിയില്ല. ഇങ്ങനെയെല്ലാം വിചാരിച്ചും വ്യസനിച്ചും ശാസ്ത്രികൾ അമ്പലത്തിൽ ചെന്ന് വാതിൽ മാടത്തിൽ അംഗവസ്ത്രവും വിരിച്ചുറങ്ങാൻ ഭാവിച്ചുകൊണ്ട് കിടന്നു. ശാസ്ത്രികൾക്ക് അവിടെയും ഗ്രഹപ്പിഴ തന്നെ. താൻ കിടന്ന് 2-3 നിമിഷം കഴിയുമ്പോഴേക്ക് വാതിൽ മാടത്തിൽ ആൾക്കൂട്ടമായി. കഴകക്കാരൻ വാര്യരും മാരാനുമാണ് അകായിൽ നിന്ന് ആദ്യം വന്നത്. വാര്യർ ശാസ്ത്രികളോട്: എന്താണ് ശാസ്ത്രികൾ സ്വാമി, ഇന്ന് പൂവരങ്ങിൽ നാടകം വായനയും മറ്റും ഇല്ലെന്ന് തോന്നുന്നു. തിരക്ക് തന്നെ. കുളക്കടവിൽ ജനക്കൂട്ടം. നമ്പൂതിരിപ്പാട് അമൃതേത്ത് കഴിക്കുന്നു. സംബന്ധം ഇന്ന് തന്നെ ഉണ്ടാവുമോ എന്ന് ശാസ്ത്രികൾ വല്ലതും അറിഞ്ഞുവോ? ശാസ്ത്രികൾ: ഞാനൊന്നും അറിഞ്ഞില്ലപ്പാ, ഞാൻ കുറെ ഉറങ്ങട്ടെ. അപ്പോഴേക്കും ശാന്തിക്കാരൻ എമ്പ്രാന്തിരിയും ഒരു 2-3 നമ്പൂതിരിമാരും 1-2 പട്ടന്മാരും കൂടി ഒരു കൂട്ടായ്മ കവർച്ചക്കാര് കടക്കും പോലെ വടക്കേ വാതിൽ മാടത്തിന്റെ വടക്കേ വാതിലിൽ കൂടി നിലവിളിയും കൂക്കിയുമായി കടന്നു വരുന്നത് കണ്ടു. സംസാരമെല്ലാം നമ്പൂതിരിപ്പാട്ടിനെപ്പറ്റി തന്നെ. എമ്പ്രാന്തിരി: നമ്പൂതിരിപ്പാട് ബഹുസുന്ദരൻ, ഞാൻ കണ്ടു. എത്ര വയസ്സായോ? ഒരു നമ്പൂതിരി: വയസ്സ് 50 കാണണം. മറ്റൊരു നമ്പൂതിരി: ഛീ,
അത്രയൊന്നുമില്ല, 40-45 കാണണം. ഒരു പട്ടര്. എത്ര വയസ്സായാലും ഇന്ദുലേഖയ്ക്ക് ബോധിക്കും. എന്തു കുപ്പായങ്ങൾ, എന്തു ഠീക്ക് വിചാരിച്ചുകൂടാ. ഞാൻ അനന്തശയനത്തെ രാജാവിന് കൂടി ഈ മാതിരി കുപ്പായം കണ്ടിട്ടില്ല. മറ്റൊരു നമ്പൂതിരി. ആ കുപ്പായവും പുറപ്പാടും തന്നെ ഉള്ളൂ. ഇല്ലത്ത് ദ്രവ്യവും അനവധിയുണ്ട്. നമ്പൂതിരി ആൾ കമ്പക്കാരനാണ്. ഒരു സ്ഥിരതയും തന്റേടവുമില്ല. ആ ഇന്ദുലേഖയെ കമ്പക്കാരന് കൊണ്ട് കൊടുക്കുന്നുവല്ലോ. സംബന്ധം ഇന്ന് തന്നെയോ? എമ്പ്രാന്തിരി. അതെ, ശാസ്ത്രികളോട് ചോദിച്ചറിയാം. ശാസ്ത്രികൾ ഇന്ദുലേഖയുടെ ഇഷ്ടനാണ്. ഏയ് ശാസ്ത്രികളെ, പകൽ ഉറങ്ങുകയാണ്. ഉറങ്ങരുത്, എണീക്കൂ. ശാസ്ത്രികൾ കണ്ണടച്ചുറങ്ങുന്നതുപോലെ കിടന്നിരുന്നു. എമ്പ്രാന്തിരിയുടെ വിളികൊണ്ട് നിവൃത്തിയില്ലാതെയായപ്പോൾ എണീറ്റ് കുത്തിയിരുന്നു. എമ്പ്രാന്തിരി. ഇന്ദുലേഖയ്ക്ക് സംബന്ധം ഇന്ന് തന്നെയോ? ശങ്കരശാസ്ത്രികൾ. ഞാനൊരു സംബന്ധവും അറിയില്ല എന്ന് പറഞ്ഞ് ശാസ്ത്രികൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. നമ്പൂതിരിപ്പാടിന്റെ വരവ് കഴിഞ്ഞ ഉടനെ പൂവള്ളി വീട്ടിൽ വെച്ച് അവിടെയുള്ളവർ തമ്മിൽ തന്നെ അന്യോന്യം വളരെ പ്രസ്താവങ്ങളുണ്ടായി. കുമ്മിണിയമ്മ. ചാത്തരെ, ഇങ്ങനെ കേമനായിട്ടൊരാളെ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തിനെ കണ്ടിട്ട് എന്റെ കണ്ണു മഞ്ഞൊളിച്ചുപോയി. ചാത്തരമേനോൻ. അദ്ദേഹത്തിന്റെ കുപ്പായം കണ്ടിട്ടെന്ന് പറയും. കുമ്മിണിയമ്മ. അതെന്തോ എന്റെ വയസ്സിൻ കീഴിൽ ഈ മാതിരി പുറപ്പാട് കണ്ടിട്ടില്ല. ദിവാൻജി വലിയമാമനെ കണ്ട ഓർമ്മ കൂടിയുണ്ട് എനിക്ക്. അദ്ദേഹത്തിനും കൂടി ഈ മാതിരി പുറപ്പാട് ഞാൻ കണ്ടിട്ടില്ല. ഇന്ദുലേഖയുടെ ഭാഗ്യം നോക്കൂ, അവൾ അതിനുമാത്രം കേമി തന്നെ. എന്നാലും മാധവനെ വിചാരിക്കുമ്പോൾ വ്യസനം. ചാത്തരമേനോൻ. എന്താണ് വ്യസനം? കുമ്മിണിയമ്മ. വ്യസനിക്കാനൊന്നുമില്ല. ഇത്ര വലിയ ആൾ വന്നാൽ മാധവനൊന്നും പറയാൻ പാടില്ല. ശരി തന്നെ. എന്നാലും എനിക്ക് അവനെ വിചാരിച്ച് ഒരു വ്യസനം. ചാത്തരമേനോൻ. അമ്മയ്ക്ക് ഭ്രാന്താണ്. ഈ നമ്പൂതിരിപ്പാട്ടിലേക്ക് ഈ ജന്മം ഇന്ദുലേഖയെ കിട്ടുകയില്ല. ഇന്ദുലേഖ മാധവന് തന്നെ. ഇതൊക്കെ വലിയമ്മാമന്റെ ഒരു കമ്പക്കളി. കുമ്മിണിയമ്മ. നിനക്കാണ് ഭ്രാന്ത്. അടുക്കളയിലും കുളപ്പുരയിലും കുളവക്കിലുമുള്ള പ്രസ്താവങ്ങൾ പലവിധം തന്നെ. കുളവക്കിൽ നിന്നും സമീപവാസിയായ ഒരു ചെറുപ്പക്കാരനോട് മറ്റൊരു ചെറുപ്പക്കാരൻ. എന്താണടോ ഈ നമ്പൂതിരിപ്പാട്ടിലെ പേര്? കണ്ണിൽ മൂക്കില്ലാത്ത വസൂരി നമ്പൂരിപ്പാടെന്നാണത്രേ. പേര് നന്നായില്ല നിശ്ചയം. പേരല്ല കാര്യം, പണമല്ലേ? മനക്കൽ ആനച്ചങ്ങല പൊന്നുകൊണ്ടാണത്രേ. പിന്നെ മൂക്കില്ലാഞ്ഞാൽ എന്താണ്? വസൂരി ആയാൽ എന്താണ്? എന്തു പണം ഉണ്ടായാലും ഇന്ദുലേഖ മാധവനെ തള്ളിക്കളഞ്ഞതുകൊണ്ട് ഞാൻ ഇനി അവളെ ബഹുമാനിക്കയില്ല. മാധവൻ മാത്രമാണ് അവൾക്ക് ശരിയായ ഭർത്താവ്. മാധവന് പൊന്നുകൊണ്ട് ആനച്ചങ്ങലയുണ്ടോ? താൻ എന്തു ഭോഷത്വം പറയുന്നോടോ? പെണ്ണുങ്ങൾക്ക് പണത്തിന് മീതെ ഒന്നുമില്ല. ഇവളെ കൊച്ചുകൃഷ്ണമേനോൻ കൊണ്ടുപോയി ഇംഗ്ലീഷ് പഠിപ്പിച്ചതും മറ്റും വെറുതെ. ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ട് ഇപ്പോൾ എന്താ വിശേഷം കണ്ടത്? ഇംഗ്ലീഷ് പഠിക്കുന്നതും പണത്തിന് തന്നെ. മാധവൻ ഈ വർത്തമാനം കേൾക്കുമ്പോൾ എന്തു പറയുമോ? മാധവൻ ശിശുപാലന്റെ മാതിരി ക്രോധിക്കും. എന്നിട്ട് എന്തു ഫലം? ഇന്ദുലേഖ മൂക്കില്ലാത്ത വസൂരി നമ്പൂതിരിപ്പാടോടുകൂടി സുഖമായിരിക്കും. ഈ നമ്പൂതിരിപ്പാടിന്റെ ഇല്ലപ്പേരൊട്ടു പറ്റി. ഈ നമ്പൂതിരിപ്പാടിന്റെ ഇല്ലപ്പേരൊട്ടു പറ്റി. കുറെ മുമ്പ് കുളിച്ചു പോകുമ്പോൾ ഞാൻ അടുത്തു കണ്ടു. മൂക്ക് കാണാനേ ഇല്ല. മുഖം ഒരു കലം കമിഴ്ത്തിയ മാതിരി. ഛീ, ഇന്ദുലേഖയ്ക്ക് ഇങ്ങനെയൊരു യോഗം വന്നുവല്ലോ. ഇയാളുടെ പണവും പുല്ലും എനിക്ക് സമമാണ്. ആ ഗോവിന്ദൻകുട്ടി മേനോനെ പോലെ ഞാൻ ഇന്ദുലേഖയുടെ അമ്മാവനായിരുന്നുവെങ്കിൽ ഞാൻ അവളെ ഒരിക്കലും ഈ വസൂരിക്ക് കൊടുക്കേയില്ല. ഇന്ദുലേഖയ്ക്ക് മനസ്സാണെങ്കിലോ? എന്നാൽ നിവൃത്തിയില്ല. ഇന്ദുലേഖയ്ക്ക് മനസ്സുണ്ടാവുമോ? പഞ്ചുമേനോന്റെ നിർബന്ധത്തിന്മേലാണ് ഇത് നടക്കുന്നതെന്നും കേട്ടു. ആ പഞ്ചുമേനോൻ ഇനിയും ചാവരുതേ. എന്തിനാ പൂവള്ളി വീട്ടിലുള്ള സകല മനുഷ്യരെയും ചീത്ത പറഞ്ഞ് ഉപദ്രവിച്ചുകൊണ്ട് കിടക്കുന്നു? കഷ്ടം. ഇന്ദുലേഖയ്ക്ക് ഇങ്ങനെ വിരൂപൻ വന്നു ചേർന്നുവല്ലോ. നിശ്ചയിക്കാറായിട്ടില്ലടോ. ഇന്ദുലേഖ സമ്മതിക്കുമോ? എന്താണ് നിശ്ചയം? ഒരു സമയം സമ്മതിച്ചില്ലെങ്കിലോ? പഞ്ചുമേനോൻ തല്ലി പുറത്താക്കും. മാധവൻ കൂടി ഇവിടെയില്ല. പിന്നെ ഇന്ദുലേഖയ്ക്ക് ഈ ജന്മം നമ്പൂതിരിപ്പാട്ടിലെ സമ്മതമില്ലാതെ വരികയില്ല. ഇത്ര ദ്രവ്യസ്ഥനായിട്ട് ഈ രാജ്യത്ത് ആരുമില്ലത്രേ. വലിയ ആഢ്യനുമാണ്. പിന്നെ എന്തു വേണം? മാധവൻ ഇപ്പോഴും സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയല്ലേ? മാധവനും ഇന്ദുലേഖയുമായി വളരെ സേവയായിട്ടാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതൊന്നും എനിക്ക് കാണുകയില്ല. മാധവന് ശുക്രദശ ഉണ്ടായിരുന്നുവെങ്കിൽ അതും കഴിഞ്ഞു. നിശ്ചയം, സംശയമില്ല. എന്ത് കഴിവെങ്കിലും ആവട്ടെ എന്നു പറഞ്ഞ് ഈ സംസാരിച്ചതിൽ ഒരാൾ കുളിപ്പാനും മറ്റേവൻ അവന്റെ വീട്ടിലേക്കും പോയി. പൂവരങ്ങിൽ വച്ചു തന്നെ നമ്പൂതിരിപ്പാട്ടിലെക്കുറിച്ച് പലരും പലവിധവും സംസാരിച്ചു. മദിരാശിയിൽ നിന്ന് കത്തു കിട്ടിയ ശേഷം ഇന്ദുലേഖയ്ക്ക് വളരെ സന്തോഷവും ഉത്സാഹവും ഉണ്ടായി എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ സന്തോഷത്തിന്റെയും ഉത്സാഹത്തിന്റെയും കാരണമറിയാത്ത ചില ഭൃത്യന്മാരും ദാസികളും മറ്റും ഇന്ദുലേഖയുടെ ഉത്സാഹവും സന്തോഷവും നമ്പൂതിരിപ്പാട് വന്നതിലുണ്ടായതാണെന്ന് നിശ്ചയിച്ചു.
കുഞ്ഞിക്കുട്ടി അമ്മയുടെ ദാസി പാറു മുകളിൽ എന്തോ ആവശ്യത്തിന് പോയിരുന്നു. അപ്പോൾ ഇന്ദുലേഖയെ കണ്ടു. ഇന്ദുലേഖ ചിരിച്ചുകൊണ്ട്, എന്താ പാറു, നിന്റെ സംബന്ധക്കാരൻ വരാറല്ലേ ഈടെ? പാറു, അയാള് 6-7 മാസായി കളത്തിൽ തന്നെയാണ് താമസം. അവിടെ വേറെ ഒരു സംബന്ധം വെച്ചിട്ടുണ്ടോ? കണ്ടര് നായര് പറഞ്ഞു. ഇന്ദുലേഖ, ആട്ടെ, നിനക്ക് വേറൊരാളെ സംബന്ധമാക്കട്ടെ? പാറു, എനിക്കാരും വേണ്ട. എന്റെ കഴുത്തിലത്തെ താലി മുറിഞ്ഞു കിടക്കുന്നു അമ്മേ. 4 മാസമായിട്ട് ഞാൻ കഴുത്തിലൊന്നും കെട്ടാറില്ല. വലിയമ്മയോട് ഞാൻ വളരെ പറഞ്ഞു. എന്തു ചെയ്തിട്ടും നന്നാക്കിച്ചു തരുന്നില്ല. ഞാൻ എന്തു ചെയ്യും? ദാസിയുടെ ഈ സങ്കടം കേട്ടപ്പോൾ ഇന്ദുലേഖ തന്റെ പെട്ടി തുറന്ന് അതിൽ നിന്ന് 8-10 ഉറുപ്പിക വിലയ്ക്ക് പോരുന്ന ഒരു താലിയെടുത്ത് ഒരു ചരടിന്മേൽ കോർത്ത് പാറുവിന്റെ പക്കൽ കൊടുത്തു. ഇന്ദുലേഖ, ഇതാ, ഈ താലി കെട്ടിക്കോളൂ. താലിയില്ലാഞ്ഞിട്ട് സങ്കടപ്പെടേണ്ട. പാറു സന്തോഷം കൊണ്ട് കരഞ്ഞുപോയി. താലിയും വാങ്ങി ഉടനെ താഴത്തിറങ്ങി വന്ന ശേഷം എല്ലാവരോടും തനിക്ക് കിട്ടിയ സമ്മാനത്തിന്റെ വർത്തമാനം അതിഘോഷമായി പറഞ്ഞു തുടങ്ങി. കുഞ്ഞുകുട്ടിയമ്മ പാറുവെ വിളിച്ചപ്പോൾ പാറു പുതിയൊരു താലി കെട്ടിയത് കണ്ടു. കുഞ്ഞുകുട്ടിയമ്മ, നിനക്ക് ഈ താലി എവിടുന്ന് കിട്ടി? പാറു, ഞാൻ മുകളിൽ പോയപ്പോൾ ചെറിയമ്മ തന്നതാണ്. കുഞ്ഞുകുട്ടിയമ്മ, ഇന്ദുലേഖയോ? പാറു, അതെ. കുഞ്ഞുകുട്ടിയമ്മ, എന്താ ഇന്ദുലേഖയ്ക്ക് വളരെ സന്തോഷമുണ്ടോ ഇന്ന്? എങ്ങനെ ഇരിക്കുന്നു ഭാവം? പാറു, ബഹുസന്തോഷം. സന്തോഷമില്ലാതിരിക്കുമോ വലിയമ്മേ? ഇങ്ങനത്തെ തമ്പുരാൻ സംബന്ധത്തിന് വരുമ്പോൾ. ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ദുലേഖയെ ഒന്ന് കണ്ടുകളയാമെന്ന് നിശ്ചയിച്ച് ശങ്കരശാസ്ത്രികൾ ഇന്ദുലേഖയുടെ മാളികയിന്മേൽ പോകാൻ ഭാവിച്ച് പൂവരങ്ങിൽ 4 കെട്ടിൽ കയറി വരുന്നത് കുഞ്ഞിക്കുട്ടിയമ്മ കണ്ട് ശാസ്ത്രികളെ വിളിച്ചു. കുഞ്ഞിക്കുട്ടിയമ്മ, ശങ്കരശാസ്ത്രികൾ എന്താണ് ഇപ്പോൾ വന്നത്? ശാസ്ത്രികൾ, വിശേഷിച്ചൊന്നുമില്ല. ഇന്ദുലേഖയെ ഒന്ന് കാണാമെന്ന് വെച്ച് വന്നതാണ്. ഈ ശാസ്ത്രികൾ മാധവന്റെ വലിയ ഇഷ്ടനാണെന്ന് കുഞ്ഞിക്കുട്ടിയമ്മ അറിയും. കുഞ്ഞിക്കുട്ടിയമ്മ, ഇപ്പോൾ അങ്ങോട്ട് പോണ്ട. നമ്പൂതിരിപ്പാടും മറ്റും അമറയത്ത് കഴിഞ്ഞെഴുന്നള്ളാറായി. അമ്പലത്തിലേക്ക് തന്നെ പോകുന്നതാണ് നല്ലത്. ശാസ്ത്രികൾ, അങ്ങനെയാകട്ടെ. നമ്പൂതിരിപ്പാട് സംബന്ധം നിശ്ചയിച്ചു ആയിരിക്കും. കുഞ്ഞിക്കുട്ടിയമ്മ, അതിനെന്താ സംശയം? എന്താ, ശാസ്ത്രികൾക്ക് രസമായില്ലേ? ഇതിൽ പരം കേമനായിട്ട് ഇന്ദുലേഖയ്ക്ക് ഇനി ആരാണൊരു ഭർത്താവ് വരാനുള്ളത്? ശാസ്ത്രികൾ, ശരി തന്നെ, ശരി തന്നെ. കുഞ്ഞിക്കുട്ടിയമ്മ, ഇന്ദുലേഖയ്ക്കും വളരെ സന്തോഷമായിരിക്കുന്നു. നമ്പൂതിരിപ്പാട്ടിലെ കാണാൻ വഴുകി നിൽക്കുന്നു. പെണ്ണിനെന്തോ ബഹു ഉത്സാഹം. ഈ പാറു താലി കെട്ടാതെ ഇന്ന് മുകളിൽ ചെന്നിട്ട് ഇതാ ഒരൊന്നാതരം താലി പാറുവിന് ഇപ്പോൾ കൊടുത്തുവത്രേ. ബഹു ഉത്സാഹം. ഞാൻ ആദ്യം എന്തോ കുറെ പേടിച്ചു. ഈശ്വരാധീനം കൊണ്ടെല്ലാം ശരിയായി വന്നു. കാരണവന്മാരുടെ അനുഗ്രഹം കൊണ്ടെല്ലാം ശരിയായി വന്നു. ശാസ്ത്രികൾ, എന്തിനാണ് ആദ്യം പേടിച്ചത്? പേടിക്കാൻ കാരണമെന്ത്? കുഞ്ഞിക്കുട്ടിയമ്മ, അതോ, നിങ്ങളറിയില്ലേ, മാധവനും ഇന്ദുലേഖയുമായി വലിയ സ്നേഹമല്ലേ? അത് വിട്ടുകിട്ടുവാൻ പ്രയാസമായാലോ എന്ന് ഞാൻ പേടിച്ചു. ഗോവിന്ദൻകുട്ടിയുടെ അച്ഛനും പേടിച്ചിരുന്നു. ഇനി ആ പേടിയൊന്നും ഞങ്ങൾക്കില്ല. മാധവനും നമ്പൂതിരിപ്പാടുമായാലത്തെ ഭേദം എത്രയുണ്ട് ശാസ്ത്രികളെ? നിങ്ങൾ തന്നെ പറയിൻ. ശാസ്ത്രികൾ, വളരെ ഭേദമുണ്ട്, വളരെ ഭേദമുണ്ട്, സംശയമില്ല. ഞാൻ പോണു എന്നും പറഞ്ഞ് ശാസ്ത്രികൾ വളരെ സുഖക്കേടോടുകൂടി അവിടെ നിന്നിറങ്ങി. വഴിയിൽ വെച്ച് പൂവരങ്ങിലേക്കുള്ള നമ്പൂതിരിപ്പാട്ടിലെ ഘോഷയാത്ര കണ്ടു. സ്വർണ്ണപ്പകിട്ട് ഇളവെയിലിൽ കണ്ട് ശാസ്ത്രികളുടെ കണ്ണൊന്ന് മഞ്ഞളിച്ചുപോയി. ശാസ്ത്രികൾ അരയാൽ തറയിന്മേൽ കയറിയിരുന്ന് വിചാരം തുടങ്ങി. കഷ്ടം, ഇനി ഈ കാര്യത്തിൽ അധികം സംശയമില്ലാത്തതുപോലെ തോന്നുന്നു. മാധവൻ എത്ര വ്യസനപ്പെടും. ഈ മഹാപാപി ഇന്ദുലേഖ ഇത്ര കഠിനയായി പോയല്ലോ. എന്ത് കഠിനം! പണം ആർക്കധികം അവർ ഭർത്താവ് എന്നുവെക്കുന്ന ഈ ചണ്ടി നായന്മാരുടെ പെണ്ണുങ്ങൾക്ക് എന്താണ് ചെയ്തുകൂടാത്തത്? ആ മാധവന്റെ ബുദ്ധിക്ക് സദൃശമാണ് ഈ അസത്തിന്റെ ബുദ്ധിയെന്ന് ഞാൻ വിചാരിച്ചു പോയല്ലോ. കഷ്ടം! എന്തു ചെയ്യാം, ആ കുട്ടിയുടെ പ്രാരാബ്ധം. ഇങ്ങനെ ഓരോന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്പൂതിരിപ്പാട്ടിലെ പൂവരങ്ങിൽ കൊണ്ടാക്കി വെറ്റിലപ്പെട്ടിക്കാരൻ ഗോവിന്ദനും നമ്പൂതിരിപ്പാട്ടിലെ ഒരു കുട്ടിപ്പട്ടരും കൂടി അരയാൽ തറയ്ക്കൽ വന്നു നിന്നു. ശാസ്ത്രികൾ, നിങ്ങൾ നമ്പൂതിരിപ്പാട്ടിലെ കൂടെ വന്നവരോ? ഗോവിന്ദൻ, അതെ. ശാസ്ത്രികൾ, നമ്പൂതിരിപ്പാട്ടിലേക്ക് ഇവിടെ എത്ര ദിവസം താമസമുണ്ട്? ഗോവിന്ദൻ, ഇന്നും നാളെയും നിശ്ചയമായും ഉണ്ടാവും. മറ്റന്നാൾ എഴുന്നള്ളാമെന്ന് തോന്നുന്നു. കൂടെ തന്നെ കൊണ്ടുപോകുന്നു. ശാസ്ത്രികൾ, എന്തോന്നു കൊണ്ടുപോകുന്നു? ഗോവിന്ദൻ, ഭാര്യയെ. ശാസ്ത്രികൾ, സംബന്ധം ഇന്നു തന്നെയോ? ഗോവിന്ദൻ, ഒരു സമയം ഇന്ന് തന്നെ, അല്ലെങ്കിൽ നാളെയാവാനും മതി. ശാസ്ത്രികൾ, നമ്പൂതിരിപ്പാടൊന്ന് വേളി കഴിച്ചാല അല്ലേ? ഗോവിന്ദൻ, അനുജന്മാർ 2 തമ്പുരാക്കന്മാർ വേളി കഴിച്ചിട്ടുണ്ട്. ശാസ്ത്രികൾ, നമ്പൂതിരിപ്പാട് ആൾ നല്ല കാര്യസ്ഥനോ? ഗോവിന്ദൻ, ഒന്നാന്തരം കാര്യസ്ഥനാണ്.
ഇതുപോലെ ആ മനക്കൽ ഇതുവരെ ആരും ഉണ്ടായിട്ടില്ല. അതികേമനാണ്. തമ്പുരാൻ ഇവിടെ എഴുന്നള്ളി ഈ സംബന്ധം കഴിക്കുന്നത് ഈ തറവാട്ടിന്റെയും പഞ്ചുമേനോന്റെയും മഹാഭാഗ്യം. ഇങ്ങനെ നായന്മാരുടെ വീടുകളിലൊന്നും തമ്പുരാൻ എഴുന്നള്ളാറേയില്ല എന്നു പറഞ്ഞ് ഗോവിന്ദൻ അവിടെ നിന്ന് അമ്പലത്തിലേക്കോ മറ്റോ പോയി. കുട്ടിപ്പട്ടർ പിന്നെയും അവിടെയിരുന്നു. ശാസ്ത്രികൾ കുട്ടിപ്പട്ടരോട്, തന്റെ ഗ്രാമം ഏതാണ്? കുട്ടിപ്പട്ടര്, ഗോവിന്ദരാജപുരം. ശാസ്ത്രികൾ, എത്ര കാലമായി നമ്പൂതിരിപ്പാട്ടിലെ കൂടെ? കുട്ടിപ്പട്ടര്, 6 സംവത്സരമായി. ഇതുവരെ ഒരു കാശു മാസപ്പടി തന്നിട്ടില്ല. ഒരു പ്രാവശ്യം ബുദ്ധിമുട്ടിച്ച് 50 ഉറുപ്പിക തന്നു. അത് 2 ദിവസം കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് തന്നെ വാങ്ങി. പിന്നെ ഇതുവരെ ഒന്നും തന്നിട്ടില്ല. വല്ലതും കിട്ടിയെങ്കിൽ കടന്നു പൊയ്ക്കളയാമായിരുന്നു. പണത്തിന് ചോദിച്ചാൽ പലിശ കൂട്ടി തരാമെന്ന് പറയും. ഇയാൾ മഹാ കമ്പക്കാരനാണ്. ഒരു 20 സംബന്ധത്തോളം ഇപ്പോൾ ഉണ്ട്. ഈ 2 മാസത്തേക്ക് ഓരോ സ്ത്രീ. മനവക ഒരു കാര്യവും ഇയാൾ നോക്കാറില്ല. ആ ചെക്കൻ ഗോവിന്ദൻ ഇപ്പോൾ പറഞ്ഞു, ഇയാൾ നായന്മാരുടെ വീട്ടിൽ പോവാറേയില്ലെന്ന്. എന്തു കളവാണ്! പെണ്ണുള്ള സകല വീടുകളിലും കടന്നു പോവും. കയ്യിൽ ഒരു സമയവും ഒരു കാശ് പോലും ഉണ്ടാവുകയില്ല. 2-3 മാപ്പിളമാർ കടം കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട്. 105 പലിശ വയ്ക്കും. ഈ വിഡ്ഢ്യാൻ പണം കിട്ടേണ്ടുന്ന ബദ്ധപ്പാടിൽ എന്തെങ്കിലും എഴുതി കൊടുക്കും. ഒടുവിൽ വസ്തു ചാർത്തേണ്ടി വരും. ഇങ്ങനെ അയാൾ ദ്രവ്യം മുടിക്കുന്നത് അസാരമോ? ഇപ്പോൾ വരുമ്പോൾ 300 ഉറുപ്പിക 105 പലിശയ്ക്ക് കടം വാങ്ങിയിട്ടാണ് പോന്നത്. മഹാവല്ലാത്ത കമ്പമാണ്. ശാസ്ത്രികൾ, ആട്ടെ സ്വാമി, ദ്രോഹമായി പറയണ്ട. ആൾ അദ്ദേഹം എത്രമാതിരിയെങ്കിലും ആവട്ടെ. ഞാൻ ഇതൊന്നും തന്നോട് ചോദിച്ചില്ലല്ലോ. ഞാൻ കുളിപ്പാൻ പോണു എന്നു പറഞ്ഞ് ശാസ്ത്രികൾ കുളത്തിലേക്കും കുട്ടിപ്പട്ടർ മഠത്തിലേക്കും പോയി.